ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇത് പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തൊരു വീഡിയോ ആണ്. ലോങ് വീഡിയോ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള മടിക്കത് അങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് പോയതാണ്. അപ്പോൾ അന്നത്തെ ദിവസമുള്ള ഞങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ വല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സുനിയേട്ടൻ്റെ കടയ്ക്ക് പോയി. ഞാനും ഐശുട്ടിയും പാത്തും കൂടെയാണ് പോയത്. 2 കവർ നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയൊക്കെ രാവിലെ ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാണ് നമ്മൾ ചില്ലിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ പോകട്ടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള കായം വരട്ടാൻ പോവുകയാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു. പിന്നെ മസാലയുടെ കോട്ടിംഗ് ഒക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കേണ്ടിട്ട്. മസാലയ്ക്ക് ചേർക്കാനുള്ള ഇറച്ചിയൊക്കെ ഉമ്മയാണ് കഴിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറച്ചി നമ്മൾ കായം വരട്ടിയിട്ട് വെക്കേണ്ടി. കാരണം ഇത് പൊരിച്ചിട്ടാണ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് കായം പരട്ടി വെക്കുക. മസാല ഒക്കെ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ അതൊക്കെ പൊരിച്ചെടുക്കാൻ പോകും. ചട്ടി വെച്ച് ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഓരോന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാതും പൊരിച്ചെടുത്തിട്ട് ഇറച്ചി പൊരിച്ചെടുത്ത് അതേ ഓയിലിൽ തന്നെയാണ് ഇനി മസാല ഉണ്ടാക്കാൻ പോകണം. ഓയിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം സമയം അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. സവാള നല്ലപോലെ ഒക്കെ ഒന്ന് വാടി വരാനുണ്ട്. താത്ത ഇവിടെ ഗരം മസാല ഉണ്ടാക്കണതിന്റെ തിരക്കിലാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. സവാളൊക്കെ നല്ലപോലെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത പണി എന്താന്ന് വെച്ചാൽ അരി കഴുകിയെടുക്കലാണ്. ഒരു 4-5 വട്ടം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമുള്ള ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മസാല ആക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് താത്ത അവിടെ ചോറ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും 2 തരത്തിലാണ് ബിരിയാണി വെക്കാറുള്ളത്. നെയ്ച്ചോറിക്ക് മസാല ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ചോറ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അധികം മസാല മിക്സ് ചെയ്യാനാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പ് പുതിന വേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറിന്റെ വെള്ളമൊക്കെ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സവാള അരിഞ്ഞെടുക്കേണ്ട എന്തിനാണെന്നുള്ള പറഞ്ഞു. ലാസ്റ്റിലായിട്ട് കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇറച്ചിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഒക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കളർ മാറി വരുന്നവരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും താത്തവിടെ നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള റൈസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വരുമ്പോഴേക്കും നെയ്ച്ചോറ് പെട്ടെന്ന് തന്നെ റെഡി ആവും. ഞാൻ അപ്പോഴേക്കും ഇവിടെ തൈരൊക്കെ കലക്കി എടുക്കേണ്ട പരിപാടി. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത് വെച്ച സവാള നമുക്ക് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സവാള ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കണമെങ്കിൽ അത്രയും നല്ല. മസാല റൈസിന്റെ മേപ്പെട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ മേലേക്ക് കുറച്ചുകൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് വെച്ച സവാളയും പിന്നെ മല്ലിച്ചപ്പ് പുതിന അതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ തൈരിന്റെ മേപ്പെട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കിയ ഫുഡ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബിരിയാണി വിളമ്പി പിന്നെ സൈഡിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു. അതൊക്കെ ഒന്ന് കൂട്ടി കുഴച്ച് കഴിച്ചു നോക്കി. അപ്പൊ സംഭവം നല്ല ടേസ്റ്റ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡ് അടിപൊളി. അടുത്ത കേക്ക് മുറിക്കണ പരിപാടി ആട്ടെ. രാത്രിയാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പൊ പാത്തുവിന് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച കേക്ക്. ഒരു പിസ്തര ഫ്ലേവറുള്ള കേക്കാണ് വാങ്ങിച്ചിട്ട്. ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഒരു പീസ് എടുത്ത് പാത്തുവിനെ ആദ്യം വായിൽ വെച്ച് കൊടുത്തിട്ടോ. പിന്നെ താത്തയുണ്ട്, മക്കളുണ്ട്, ഉമ്മ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും കഴിച്ചു. അപ്പൊ ഇതോടുകൂടെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഓക്കെ, ശരി, ബൈ.